മോശം സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഴലുകളിൽ നിന്ന് വ്യത്യസ്തമല്ല. നിങ്ങളുടെ ഏറ്റവും തിളക്കമുള്ള സമയങ്ങളിൽ അവർ നിങ്ങൾക്ക് ചുറ്റും ചുറ്റിത്തിരിയുന്നു. എന്നാൽ നിങ്ങളുടെ ഇരുണ്ട സമയങ്ങളിൽ അപ്രത്യക്ഷമാവുകയും ചെയ്യും. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. വിവരം ഉയരങ്ങളിലേക്കും വിനയം ഹൃദയങ്ങളിലേക്കും നമ്മെ വളർത്തും. ഇന്നലകൾ ഓർമ്മകളായി, നാളെകൾ പ്രതീക്ഷകളുമാണ്. ജീവിതമെന്നത് ഇന്നാണ്. വിജയിച്ചവരും പരാജയപ്പെടുന്നവരുമായ ആളുകൾ, അവരുടെ കഴിവുകളിൽ വലിയ വ്യത്യാസമില്ല. അവരുടെ കഴിവിൽ എത്താനുള്ള ആഗ്രഹങ്ങളിൽ അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിജയികളുടെ കഥകൾ വായിക്കരുത്. അതിൽ നിന്നും നിങ്ങൾക്ക് സന്ദേശം മാത്രമേ ലഭിക്കുകയുള്ളൂ. പരാജിതരുടെ കഥകൾ വായിക്കുക. നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള പ്രചോദനം ലഭിക്കും. രണ്ടു വ്യക്തികൾക്ക് തമ്മിൽ ഒരിക്കലും പരസ്പരം തുല്യമായി സ്നേഹിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി തീർച്ചയായും കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യുകയും അയാൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകുകയും ചെയ്യേണ്ടി വരുന്നു. ഇത്ര ചെറുതായി ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടിയിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ഉന്മേഷഭരിതമായ ചലനത്തിനുള്ള പ്രപഞ്ചത്തിൻ്റെ അതിപ്രധാന ഭാഗമാണ്. ചെയ്യേണ്ടതെല്ലാം ആത്മാർത്ഥതയോടെ ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല. ഞാൻ പോരാ എന്ന ചിന്തയേക്കാൾ എനിക്ക് പരിമിതികൾ ഉണ്ടാവാം എന്ന ചിന്തയാണ് വേണ്ടത്. നഖങ്ങൾ നീളത്തിൽ വളരുമ്പോൾ നമ്മൾ നഖമാണ് വെട്ടുന്നത്, വിരലുകൾ അല്ല. അതുപോലെ തെറ്റിദ്ധാരണ വളരുമ്പോൾ നിങ്ങളുടെ ഈഗോ ഉപേക്ഷിക്കുക, ബന്ധങ്ങൾ അല്ല ഉപേക്ഷിക്കേണ്ടത്. ആരുടെയെങ്കിലും അടുക്കൽ എന്ത് നല്ലത് കണ്ടാലും അവരോട് അത് പറയുക. നിങ്ങൾ പറയുന്ന കാര്യം അവർ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കും. ആളുകൾ ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് നിങ്ങളെ ഓർക്കുന്നത് എന്നതിൽ വിഷമിക്കേണ്ട. ഇരുട്ടുള്ളപ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മെഴുകുതിരി പോലെയാണ് നിങ്ങൾ എന്നത് ഒരു അഭിമാനമായി കരുതുക. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാവും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്നാൽ ചിലത് മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കൂ. അവ പിന്തുടരുക. നമ്മുടെ ഓരോ വാക്കുകളും ചിലപ്പോൾ ചിലരുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. തെറ്റായ സമയത്ത് ഒരു തെറ്റായ വാക്ക് എല്ലാം ഇല്ലാതെ ആക്കിയേക്കാം. അത് ചിലപ്പോൾ നല്ലൊരു കുടുംബജീവിതം, സൗഹൃദം, വർഷങ്ങളുടെ കഠിനാധ്വാനം, ചിലപ്പോൾ ജീവിതം തന്നെ. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക. നമ്മുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒരിക്കലും അത് മൂടി വയ്ക്കരുത്, തുറന്നു പറയണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേട്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. കാരണം അത് അവരുടെ മാത്രം അഭിപ്രായമാണ്, യാഥാർത്ഥ്യം ആകണമെന്നില്ല. ഇന്ന് ചെയ്യാവുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും ഇന്ന് തന്നെ ചെയ്യുക. അത് ഒരു കാരണവശാലും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കുക. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. നമ്മളെ വിമർശിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കുന്നതാണ് യഥാർത്ഥ മറുപടി. ആ കൈയടിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താങ്ക് യു എന്ന് പറയുന്നതാണ് മെച്യൂരിറ്റി. പ്രണയത്തെപ്പോലെ സൗഹൃദത്തിലും വേണ്ടത് വിശ്വാസമാണ്. സൗഹൃദത്തിൽ വിശ്വാസമുണ്ടായാൽ അത് പ്രണയത്തിനും മേലെയുള്ള വികാരം. ഒരു സ്ത്രീ അവരുടെ യഥാർത്ഥ പ്രായം മറച്ചു വയ്ക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർ ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത യുവതിയോ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട പ്രായമായവരോ ആയിരിക്കും. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തിയത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ നാം ഒന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കിയാൽ മാത്രം മതി. നമ്മളെക്കാൾ തളർന്നിട്ടും പ്രതീക്ഷയോടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ പിന്നീട് ഒരിക്കലും ജീവിതത്തോട് മടുപ്പ് വരില്ല. Thank you for watching my video. Please like and subscribe.